മന്നം സമാധി പുഷ്പാർച്ചന വിവാദത്തിൽ ഉപരാഷ്ട്രപതിയെയും സുരേഷ് ഗോപിയെയും തിരുത്തിയ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ നിലപാട് സ്വാഗതാർഹമെന്ന് എൻ.എസ്.എസ്. അവർ പറഞ്ഞത് തെറ്റാണെന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കിയെന്നും ഇനി കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വ്യക്തമാക്കി. അജിത് ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. അജിത് ബാബു, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറുടെ ഒരു ഇടപെടലിലൂടെ കാര്യങ്ങളൊക്കെ അനുനയത്തിൽ ആയിരിക്കുകയാണോ? എന്താണ് ഇക്കാര്യത്തിൽ ജി സുകുമാരൻ നായർ പറയുന്നത്? സ്വാതി രാജീവ്, ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഏതാണെങ്കിലും ഒരു പരസ്യ പ്രതികരണത്തിന് ഇനിയുമില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ആവർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചൊരു കാര്യമാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളുള്ള ഉപരാഷ്ട്രപതി തന്നെയും പിന്നീട് സുരേഷ് ഗോപിയും NSSന്റെ നേതൃത്വത്തിനെതിരെയും സുകുമാരൻ നായർക്കെതിരെയും വിമർശനങ്ങൾ ഉണ്ടാകുകയും പിന്നീട് സുരേഷ് ഗോപി ഒരു പടി കൂടി കടന്ന് ശുദ്ധീകരണം ഉൾപ്പെടെ ഉണ്ടാകുമെന്നുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനെ പിന്നീട് വല്ലാതെ ഡൈല്യൂട്ട് ചെയ്യുകയും ആ പ്രസ്താവനയെ തിരുത്തുന്ന തരത്തിലായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. അതോടുകൂടി ഈ വിഷയത്തിലാകെ BJP-യിൽ തന്നെ രണ്ട് അഭിപ്രായമാണ്. BJP ഈ വിഷയത്തിൽ ഏകകണ്ഠമായ അഭിപ്രായമില്ല എന്നുൾപ്പെടെയുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. മാത്രമല്ല NSSനെതിരെ അത്തരത്തിൽ വിമർശനം ഉന്നയിച്ചത്, പരസ്യമായ വിമർശനം ഉന്നയിച്ചതിൽ ഒരു വിഭാഗം സംസ്ഥാന നേതാക്കൾക്കൊക്കെ വലിയ അതൃപ്തിയുമുണ്ട്. അത്തരത്തിൽ കൂടിയാലോചിക്കാതെ അത്തരം ഒരു വിമർശനം നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായം ഉൾപ്പെടെ BJP-ക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ടായി. ഈ വിഷയത്തോടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രത്യേകിച്ച് ഈ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞവരെ തിരുത്തി ഒരു പരസ്യ പ്രതികരണത്തിന്റെ ആവശ്യമില്ല, ശരിയായ നിലപാടാണ് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തെറ്റായ അഭിപ്രായം പറഞ്ഞവരെ തിരുത്തുകയാണ് ചെയ്തതെന്ന് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് ഈ വിഷയം NSS അവസാനിപ്പിക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ വിഷയത്തിൽ ഇതുവരെ പരസ്യമായി പ്രതികരിക്കാൻ സുകുമാരൻ നായർ തയ്യാറായിട്ടില്ല. അത്രത്തോളം പ്രാധാന്യം ഈ വിഷയത്തിനില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അത് കുറച്ച് കൗതുകം ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്.